കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എങ്ങനെ എഴുതുമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജനറൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് a0 d raised to ny by dx raised to n plus a1 d raised to n minus 1y by dx raised to n minus 1 plus etc plus a n y equal to capital X ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ d by dx equal to capital D ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ടാണ് മാറുന്നത്? a0 d raised to n plus a1 d raised to n minus 1 plus etc plus an into d raised to n into y equal to capital X. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിയിലുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് ഡി ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വെൻ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ജനറൽ ഇക്വേഷന് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 0 വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ ഞാൻ പറയാം. ഞാനൊരു PDF ഞാൻ സൈഡിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൂൾസ് ഓഫ് ഫൈൻഡിങ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ദി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് PI എന്നാണ്. ഓഫ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഈസ് എനി ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്തായിരിക്കും? സ്മോൾ എക്സ് ആയിരിക്കും. ഇറ്റ് കണ്ടെയ്നിങ് നോ ആർബിട്രറി കോൺസ്റ്റൻസ്. ദി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫംഗ്ഷൻ ക്യാപിറ്റൽ എക്സ് ആൻഡ് ഈസ് ഡിഫൈൻഡ് ബൈ PI is equal to 1 by function of d into capital X. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് എന്നായിരിക്കും കിട്ടിയ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? PI is equal to 1 by function of d into capital X. ഇനി ക്യാപിറ്റൽ എക്സിന് സം ഫങ്ഷൻസ് തന്നിരിക്കും. ആ ഫംഗ്ഷൻ്റെ വർക്കിംഗ് പ്രൊസീജിയറാണ് ഞാൻ നെക്സ്റ്റ് ഷെയർ ചെയ്യുന്നത്. The rules and working procedures to be followed when x is equal to some standard functions are given as follows. Type 1. When capital X is equal to e raised to ax, where a is a constant. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെയാണ്? 1 by ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്നാണ്. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്തും തന്നിട്ടുണ്ട്? ഇ റേസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇ റേസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പുട്ട് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു സ്മോൾ എ. ഇപ്പോൾ PI is equal to എന്ത് വരും? 1 by ഫംഗ്ഷൻ ഓഫ് എ ഇൻറ്റു ഇ റേസ് ടു എക്സ് വേർ ഫംഗ്ഷൻ ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ സപ്പോസ് ഡിനോമിനേറ്റർ ചിലപ്പോൾ 0 വന്നു, ഈ ഫംഗ്ഷൻ ഓഫ് എ ഈക്വൽ ടു 0 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ആ കേസ് അങ്ങ് ഫെയിലാവും. അപ്പോൾ ആ കേസ് ഫെയിലാവുന്ന സമയത്ത് നമ്മൾ ചെയ്യണം മൾട്ടിപ്ലൈ ദി ന്യൂമറേറ്റർ ബൈ എക്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദി ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. അപ്പോൾ വീണ്ടും ആ ഡിനോമിനേറ്റർ 0 വരുവാണെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യണം മൾട്ടിപ്ലൈ ദി ന്യൂമറേറ്റർ ബൈ എക്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദി ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. അങ്ങനെ നമ്മൾ അതങ്ങ് പ്രൊസീഡ് ചെയ്യണം. എപ്പോഴാണോ നമുക്കൊരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുന്നത് അതുവരെ നമ്മളങ്ങ് പ്രൊസീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഞാൻ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. വെൻ വി ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഇഫ് ദ ഡിനോമിനേറ്റർ ഈസ് 0 ദെൻ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ എക്സ് and do the differentiation of the denominator with respect to d and continue the procedure. Next one, type 2. When capital X is equal to sin x or cos x where a is a constant. sin x വരാം അല്ലെങ്കിൽ cos x വരാം. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ആണ്. ആ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് sin x or cos x. ഇപ്പോൾ sin x അല്ലെങ്കിൽ cos x വന്നാൽ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ഒരു d² ഒരു ഫംഗ്ഷൻ ആയിരിക്കും. sin x അല്ലെങ്കിൽ cos x നമുക്ക് വന്നാൽ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? d² ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ d² നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ d² is equal to -a² provided function of -a² is not equal to 0. ഇപ്പോൾ PI എന്ന് പറയുന്നത് എന്താണ്? 1 by function of d² into sin x or cos x. 1 by function of -a² into sin x or cos x where function of -a² is not equal to 0. ഇവിടെയും അതുപോലെ തന്നെയാണ്. നേരത്തെ ടൈപ്പ് 1 പറഞ്ഞതുപോലെ തന്നെയാണ്. ഫംഗ്ഷൻ ഓഫ് -a² എന്ന് പറയുന്ന 0 വന്നാൽ ആ കേസ് അങ്ങ് ഫെയിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
then multiply the numerator by x and do the differentiation of the denominator with respect to d and continue the procedure. വീണ്ടും ഡിനോമിനേറ്റർ 0 വന്നാലോ വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടേ? മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ എക്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. ഇതങ്ങ് നമ്മൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എപ്പോഴാണോ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നത് അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നോട്ടായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ്. അതുപോലെ 1/d എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ആണ്. ക്യാപിറ്റൽ ഡി മീൻസ് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് 1/d മീൻസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്.